ഹലോ, ചന്ദ്രലേഖയല്ലേ? അതെ. ഞാൻ റൂബിയുടെ നടേശന്റെ മരണം അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്. വാർത്ത കണ്ടിരുന്നു. പറയൂ സർ. എനിക്ക് ചന്ദ്രയോടൊന്ന് സംസാരിക്കണമല്ലോ. ഫോണിൽ കൂടെ മതിയോ സർ, അതോ? ഫോണിൽ കൂടെ പോരാ, നേരിട്ട് തന്നെ സംസാരിക്കണം. കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് നേരിട്ട് കണ്ടാലേ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഞാനിപ്പോ സ്ഥലത്തില്ലല്ലോ സർ. തിരക്ക് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, സ്ഥലം ഞാൻ പറയാം. ശരി സർ. പിന്നെ റൂബി ചന്ദ്രയുടെ ഫ്രണ്ട് ആയിരുന്നല്ലേ? അതെ, നടേശൻ എൻ്റെ അച്ഛനാ. അതുകൊണ്ടാണോ ഇവരുടെ രണ്ടുപേരുടെയും മരണം പ്രത്യേക ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആഭ്യന്തര വകുപ്പിന് ചന്ദ്ര പരാതി കൊടുത്തത്? അതെ സർ, അസ്വാഭാവിക മരണമായിരുന്നല്ലോ രണ്ടും. എന്നിട്ടും ഇതുവരെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ സംസ്ഥാന പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത് പാടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു പരാതി കൊടുത്തത്. ഓക്കെ, എന്നാ വൈകാതെ കാണാം. ശരി സർ. പറചന്ദ്രേ, എന്റെ അച്ഛനെ കൊന്നവൻ അടുത്ത് തന്നെ പിടിക്കപ്പെടും. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൊരു ഓഫീസർ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. അവർ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി. ഗുഡ് ന്യൂസ് കേൾക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്ന് തോന്നുന്നു. എനിക്ക് മടുത്തു. ജീവിതം മടുത്തുന്നാണോ അതോ ഇവിടുത്തെ താമസം മടുത്തുന്നോ? രണ്ടും മടുത്തു. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാൻ പോവാ. എങ്ങോട്ട്? അതെന്തിനാ നീ അറിയുന്നേ? പിന്നെ ഞാൻ അറിയണ്ടേ? നിങ്ങൾ എന്റെ അമ്മയല്ലേ? ഓ, ആ ബോധം എപ്പോഴെങ്കിലും നിനക്കുണ്ടായിരുന്നോ? അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ഒന്നും വേണ്ട, ചെയ്തു തന്ന സഹായങ്ങൾ തന്നെ ധാരാളം. ഇവിടുന്ന് പോയാൽ എവിടാ താമസിക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിയണം. അതൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്കൊരു വീട് വാടകയ്ക്ക് എടുത്തു തരാൻ എന്നെ കൊണ്ട് പറ്റിയോ? കഴിവില്ലാത്തവൻ കൂടുതൽ വർത്തമാനം പറയാൻ നിൽക്കണ്ട. അമ്മ കാണിക്കാൻ പോകുന്നത് മണ്ടത്തരവാ. ഒരു കണക്കിന് ഇവിടെ കയറി പറ്റിയത്. ഇനി ഇവിടുന്ന് ഇറങ്ങിയ ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ദേവിക അതിന് സമ്മതിക്കില്ല. ഞാനിങ്ങോട്ട് വരുന്നില്ലെന്നേ. എന്താ അമ്മയുടെ പ്രശ്നം? എന്റെ പ്രശ്നം കാശാ. നിന്റെ അതില്ലല്ലോ. എങ്കി മിണ്ടരുത്. ശരി, എങ്ങോട്ടാന്ന് വെച്ചാ പോക്കോ. പക്ഷേ ഒരു കാര്യം, പുറത്തിറങ്ങിയിട്ട് എനിക്കെതിരെ നീങ്ങരുത്. നീങ്ങിയ അപ്പോ അങ്ങനൊരു പേടി നിനക്കുണ്ട്? എനിക്കാരെയും വിശ്വാസമില്ല, അമ്മയടക്കം. ഞാൻ ആരാണെന്ന വിവരം ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അമ്മയ്ക്കാ. അമ്മ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും. ആ സാഹചര്യം മുതലെടുക്കാൻ നോക്കിയ അറിയാമല്ലോ എന്നെ. ഞാൻ ആർക്കെതിരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ചെയ്യരുത്.